കടൽക്ഷോഭത്തിൽ കടപുഴകിയ കാറ്റാടി മരങ്ങൾ തീരദേശവാസികളെയും മത്സ്യത്തൊഴിലാളികളെയും വലയ്ക്കുന്നു. കടലിൽ വീണുകിടക്കുന്ന മരങ്ങളുടെ വേരുപടലത്തിൽ വല കുരുങ്ങുന്നതാണ് മീൻപിടുത്തക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് മുതൽ പാപ്പാളി വരെ 100ഓളം കാറ്റാടി മരങ്ങൾ കഴിഞ്ഞ മാസത്തെ കടൽക്ഷോഭത്തിൽ വീണിട്ടുണ്ട്. മരത്തിലെ ചിലകൾ വിറകിനും മറ്റുമായി സമീപവാസികൾ വെട്ടിയെടുക്കാറുണ്ടെങ്കിലും നിയമ നടപടി ഭയന്ന് മരം കൊണ്ടുപോകാറില്ല. കടലോരത്ത് ഉപേക്ഷിക്കുന്ന തടികൾ ആർക്കും ഉപകാരമില്ലാതെ നശിക്കുകയാണ് പതിവ്. തിരമാലകൾക്കൊപ്പം കടലിലെത്തുന്ന മരത്തടികൾ അധികം അകലെയല്ലാതെയാണ് കിടക്കുക. ഇത് കാണാൻ കഴിയില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വല വീശുമ്പോഴോ വല ഒഴുക്കിൽപ്പെടുമ്പോഴോ ആകും മരത്തിന്റെ വേരിൽ കുടുങ്ങുക. വേരിൽ വല കൊരുത്താൽ പിന്നെ മുറിച്ചെടുക്കൽ മാത്രമേ രക്ഷയുള്ളൂ. വല പിന്നീട് ഉപയോഗിക്കാനും പറ്റില്ല. ആഴക്കടലിൽ പോകാത്ത ചെറിയ വഞ്ചിക്കാരെയാണ് ഇത് ബാധിക്കുന്നത്. മരം ലേലം ചെയ്യാൻ അനുമതിയില്ലെന്നും കാറ്റാടി വച്ചുപിടിപ്പിക്കലും സംരക്ഷണവുമാണ് സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിനുള്ളൂ എന്നാണ് വനംവകുപ്പ് വിശദീകരണം. പുറമ്പോക്കിലായതിനാൽ മരങ്ങളുടെ ഉടമസ്ഥത റവന്യൂ വകുപ്പിനാണെന്നും ഇവർ പറയുന്നു. വിഷയം പലവട്ടം റവന്യൂ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും നടപടിയെടുക്കുന്നില്ലെന്നാണ് തീരദേശവാസികൾ പറയുന്നത്. CCTV ന്യൂസ്, പുന്നയൂർക്കുളം.